ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹൈറച്ചിനെ കുറിച്ചല്ല, ഹൈറച്ചിന്റെ ലീഡറായ അയ്യൂബ് ഖാൻ ചെയ്യുന്ന ഒരു പുതിയ ബിസിനസ്സിനെ കുറിച്ചാണ്. ആ ബിസിനസ്സിലുള്ള ഒരു പ്രൊഡക്റ്റ് നമ്മൾ മുന്നേ തന്നെ പിന്നെ പറഞ്ഞിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. അവരുടെ വളരെ വ്യത്യസ്തമായ ഒരു പ്രൊഡക്റ്റാണ് കരിഞ്ജീരകം എന്ന് പറയുന്നത്. ഞാനിപ്പോൾ അവരുടെ വെബ്സൈറ്റ് നോക്കിയപ്പോൾ ആ കരിഞ്ജീരകത്തെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അവിടെ കാണുന്നില്ല. എന്താണെന്ന് അറിയില്ല. കരിഞ്ജീരകം സ്റ്റോക്ക് തീർന്നു കാണും എന്നാണ്. അതിന് കരിഞ്ജീരകത്തിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, കരിഞ്ജീരകം ഏതോ ഒരു ആയുർവേദ ഡോക്ടർ അദ്ദേഹത്തിൻ്റെ പറമ്പിൽ ഉണ്ടാക്കുന്ന കരിഞ്ജീരകമാണ്. അതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് ഈ കരിഞ്ജീരകത്തിന് 3000 രൂപ എന്ന് പറയുന്നത്? ഇതിൻ്റെ പാട്ട എന്ന് പറയുന്നത്, ഈ കരിഞ്ജീരകം ഇട്ട് വെക്കുന്ന പാട്ട എന്ന് പറയുന്നത് അമേരിക്കയിൽ നിന്നാണ് ഈ പാട്ട ഉണ്ടാക്കാനുള്ള പ്ലാസ്റ്റിക് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മൂടി എന്ന് പറയുന്നത് അത് ഇറ്റലിയിൽ നിന്നാണ് ഇതിൻ്റെ മൂടി കൊണ്ടുവരുന്നത്. അങ്ങനെ ഇത് നമുക്ക് ഈ കരിഞ്ജീരകം ഉപയോഗിച്ച് കഴിഞ്ഞാൽ വെറും 100 ഗ്രാം കരിഞ്ജീരകമാണ്. നിങ്ങൾ എന്ത് വിചാരിക്കും, ഈ 100 ഗ്രാം കരിഞ്ജീരകത്തിനാണോ ഈ 3000 രൂപ എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേങ്കിൽ അതല്ല. നമ്മൾ ഈ 3000 രൂപ എന്ന് പറയുന്നത് അമേരിക്കയിൽ നിന്ന് ഇതിൻ്റെ പാട്ട കൊണ്ടുവരേണ്ടതും ഇറ്റലിയിൽ നിന്ന് ഇതിൻ്റെ മൂടി കൊണ്ടുവരേണ്ടയും ചാർജ് കൂടിയാണ്. പിന്നെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ പാട്ട എന്ന് പറയുന്നത് 100 വർഷം വരെ നമുക്ക് അത് ഉപയോഗിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ കരിഞ്ജീരകം കഴിഞ്ഞാലും നിങ്ങൾക്കത് ഇട്ട് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെ ഇത് 100 വർഷത്തേക്കുള്ള പൈസയാണ്. ഈ പാർട്ടി അടക്കം ഉപയോഗിക്കാനുള്ള 100 വർഷത്തേക്കുള്ള പൈസയാണ് ഈ 3000 രൂപ എന്ന് പറയുന്നത്. അതിന് വളരെയധികം ഡിമാൻഡാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ 3000 രൂപ എന്ന് പറയുന്നത് ഇവനെ പോലെയുള്ള ആൾക്കാർക്ക് വീതിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു കരിഞ്ജീരകം വിറ്റ് കഴിഞ്ഞാൽ 500 രൂപയും 750 രൂപയും ഒക്കെ മുകളിൽ തട്ടിലേക്ക് വീതിച്ച് കൊടുക്കാനുള്ള പൈസയാണെന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ അത് തീർത്തും തെറ്റാണ്. നിങ്ങൾക്ക് വിവരമില്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾക്ക് ഈ ലോകോത്തര ബിസിനസ് രീതികളെക്കുറിച്ച്, അവരുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് യാതൊരുവിധ അറിവുമില്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾ വെറും പൊട്ടക്കിണറ്റിലെ തവളയായതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ രീതിയിൽ വെറും നെഗറ്റീവ് മാത്രം ചിന്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നത്. ഇതുകൊണ്ടാണ് നിങ്ങൾ ഇതിൻ്റെ മീറ്റിങ്ങുകളിൽ പങ്കെടുത്ത്, നിങ്ങൾ ഇതിൻ്റെ ബ്രോഷറുകളിൽ പങ്കെടുത്ത്, നിങ്ങൾക്ക് ഇതിൽ നിന്ന് കോടികൾ സമ്പാദിച്ച ആൾക്കാരിൽ നിന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ആയാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് എവിടെ നിന്ന്, ഇതിൻ്റെ പാട്ട എവിടെ നിന്നുണ്ടാക്കും, ഇതിൻ്റെ മൂടി എവിടെ നിന്നുണ്ടാക്കും, ഇത് എത്ര കാലം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളത് കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് ആരും തന്നെ ഇവരുടെ ഇൻ്റർനാഷണൽ ബിസിനസ്സിനെ കുറിച്ച് അറിയാതെ ആരും പറയാൻ നിൽക്കണ്ട എന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇതിൽ ചിലപ്പോൾ ചെറിയ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനോ തെറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു ബിസിനസ് രീതി തന്നെയാണ്. ആർക്കും തന്നെ 48 രൂപയ്ക്ക് നിങ്ങൾക്ക് മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന കരിഞ്ജീരകം 3000 രൂപ കൊടുത്ത് വാങ്ങിയാൽ നിങ്ങൾക്ക് യാതൊരുവിധ നഷ്ടവും സംഭവിക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ ഹൈറിച്ചോളികൾ തന്നെ ഈ പ്രൊഡക്റ്റ് വിൽക്കുന്നവരെ തട്ടിപ്പുകാരെന്നും പിന്നെ വേറെ പണിക്ക് പോയി കൂടാടാന്ന് എനിക്കൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ കളിയാക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ എനിക്കും ചെറിയ സങ്കടമൊക്കെ ഉണ്ട്. ഹൈറിച്ചോളികളാണ് ഹൈറിച്ചിൽ നിന്ന് ജീവിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം തട്ടിപ്പുകൾ നടത്തുന്നവരെ കളിയാക്കുന്നത്. ഇതൊക്കെ ദൈവം നിങ്ങൾക്ക് മാപ്പ് തരുമോ എന്നാണ് ചോദിക്കാനുള്ളത്. എന്തായാലും ഇവർ ഈ ഇൻ്റർനാഷണൽ ബിസിനസ് തേടി പോയിരിക്കുന്നത് ഈ കമ്പനി തിരിച്ചു വരില്ല എന്ന് ഇവർക്ക് അറിയുന്നത് കൊണ്ടാണ് എന്ന് ഈ കളിയാക്കുന്ന ഹൈറിച്ചോളികളോട് പറയാനുണ്ട്. ഹൈറിച്ചോളികൾ ഇപ്പോഴും വിചാരിക്കുന്നത് ഈ കമ്പനി തിരിച്ചു വരുമെന്നും 15 മാസത്തെ പൂളിംഗം ഒന്നിച്ച് തള്ളിത്തരുമെന്നാണ് ഈ ഹൈറിച്ചോളികൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത്, ഇങ്ങനെ വിചാരിക്കുന്നവരെയാണോ നിങ്ങൾ മണ്ടന്മാരെന്ന് വിളിക്കേണ്ടത്? അല്ലെങ്കിൽ
ഈ ഹൈ റിച്ച് എന്ന് പറയുന്നത് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇനി ഇത് വരില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറ്റ് തട്ടിപ്പുകൾ നടത്തി ജീവിക്കുന്നവരെയാണോ നിങ്ങൾ മണ്ടന്മാരെന്ന് വിളിക്കുക? നിങ്ങൾ ആര് ഭാഗത്ത് വെക്കും? അത് ഞാൻ നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഈ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട ആൾക്കാരോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഇപ്പോൾ ഈ ഇൻ്റർനാഷണൽ ബിസിനസ്സിനെ കളിയാക്കുന്നവരുടെ കൂടെ, ആ കളിയാക്കുന്നവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ ഇപ്പോഴും ഹൈ റിച്ച് തിരിച്ചു വരുമെന്ന് വിശ്വസിക്കുന്നവരാണ്. എന്നാൽ ജനങ്ങളെ വീണ്ടും പറ്റിച്ച് മൂഞ്ചിച്ച് ജീവിക്കുന്ന യുവന്മാർ എന്ന് പറയുന്നത് ഹൈ റിച്ച് തിരിച്ചു വരില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ 5ഉം 10ഉം തട്ടിപ്പുകൾ ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് ഇവർ ചെയ്ത കമ്പനികളുടെ എണ്ണം ഒരു കയ്യിലെ വിരൽ കൊണ്ട് എണ്ണാൻ പറ്റില്ല എന്നുള്ളതാണ്. പല പല കമ്പനികളാണ് 1ഉം 2ഉം മാസങ്ങൾ കൊണ്ട് മാത്രം ഇവരെ ആൾക്കാരെ പറ്റിച്ച് വേറെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇവരെ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണല്ലേ? അപ്പോൾ എല്ലാവർക്കും നിങ്ങൾ ദയവേത് കമൻറ്റ് ചെയ്യുക, നിങ്ങൾ ആരുടെ ഭാഗത്താണ്? ഇപ്പോൾ ഇൻ്റർനാഷണൽ ബിസിനസ് കരിഞ്ചീരകം വിറ്റ് നടക്കുന്നവരെ നിങ്ങൾ കളിയാക്കുമോ? അല്ലെങ്കിൽ ഹൈ റിച്ച് തിരിച്ചു വരും? ഒളിവിൽ പോയ ശ്രീന ചിലപ്പോൾ തിരിച്ചു വരുമായിരിക്കും. ജയിലിൽ പോയ പ്രതാപൻ ചിലപ്പോൾ 1 വർഷം കഴിഞ്ഞ് ചിലപ്പോൾ ജാമ്യം കിട്ടി തിരിച്ചു വരുമായിരിക്കും. പക്ഷേങ്കിൽ പൂട്ടിപ്പോയ ഹൈ റിച്ച് ഒരിക്കലും തിരിച്ചു വരില്ല മക്കളെ, ഒരിക്കലും തിരിച്ചു വരില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചെറിയ ആൾക്കാർക്കൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട് എന്ന് മാത്രമാണ് നമുക്ക് മനസ്സിലാകുന്നത്. അല്ലാതെ ഇവന്മാർക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട് എന്നല്ലാതെ ഇവന്മാരൊക്കെ ഹൈ റിച്ച് തട്ടിപ്പാണെന്ന് പറയില്ല. ഇവർ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, എടോ നീയല്ലടോ മറ്റേ ഗ്രൂപ്പുകളിൽ ഹൈ റിച്ച് തട്ടിപ്പാണെന്ന് പറഞ്ഞിരിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ നീയൊക്കെ നമ്മളെ പറ്റിച്ചുണ്ടാക്കിയ പണം ഇങ്ങോട്ട് എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ ഇവരുടെയൊക്കെ പൊരയ്ക്ക് വരും. പൊരാന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് വരൂ എന്നാണ് എന്നുള്ള യാഥാർത്ഥ്യം ഇവർക്കറിയാം. ഇനി കുറച്ച് നാറിയ കഥകൾ പറയാറുണ്ട്. നമുക്കറിയാം ഇവരെ കുടുംബക്കാരെയും സുഹൃത്തുക്കളെയും ഒക്കെ പറ്റിക്കാൻ, അങ്ങനെ പറ്റിച്ചു കഴിഞ്ഞാലും നമുക്ക് 5 പൈസ കിട്ടണമെന്ന് പറഞ്ഞ് നടക്കുന്നവരാണ് ഇവരൊക്കെ. നമ്മൾ ഇത് സമൂഹ നന്മയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണെന്ന് പറയുമ്പോൾ ഇവന്മാരൊക്കെ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇവർക്ക് എന്താ പ്രാന്തുണ്ടോ? ഇവനെന്തിനാണ് വീഡിയോ ചെയ്യുന്നത്? ഇവന് ആരോ പൈസ കൊടുക്കുന്നുണ്ട്. സമൂഹ നന്മയ്ക്കാണെങ്കിൽ ഇവൻ ഇങ്ങനെ വീഡിയോ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇവരിങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? സമൂഹ നന്മയ്ക്കാണെങ്കിൽ നമ്മളൊക്കെ ഇങ്ങനെ സമൂഹ നന്മയ്ക്ക് വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നൊക്കെയാണ് ഇവർ ചോദിക്കുന്നത്. അപ്പോൾ നാറിയ കഥകൾ അടുത്ത വീഡിയോയിൽ പറയാം. ഒന്നും കൂടി ആലോചിക്കണം. അത് കുറേ കുടുംബങ്ങളെക്കുറിച്ചാണ്. ഇവരുടെ ഭാര്യമാരെ അടിച്ചുകൊണ്ട് പോയ കുറേ ലീഡർമാരുടെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് വെറുതെ, ചിലപ്പോൾ ഇവന്മാരൊക്കെ വലിയ ലീഡറാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് നടക്കുന്നുണ്ടാവും. പക്ഷേങ്കിൽ ഇതിനു വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുക്കുന്ന ലീഡർമാരൊക്കെ മറ്റുള്ളവൻ്റെ ഭാര്യയെ അടിച്ചുകൊണ്ട് പോകുന്നവരാണ് എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നാണ് പറയാനുള്ളത്. എന്തായാലും 2 കുട്ടികളുള്ള ആൾക്കാരെയൊക്കെയാണ് ഉപേക്ഷിച്ച് പോയിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രേമിച്ച് കല്യാണം കഴിച്ച് വീട്ടുകാരെ ധിക്കരിച്ച് ഒരുത്തൻ്റെ പുറം ഇറങ്ങിപ്പുറപ്പെട്ട ഒരു വെറും 10-22 വയസ്സുള്ള ഒരു സ്ത്രീയെയാണ് മറ്റൊരു ലീഡർ ഉപേക്ഷിച്ച് കുറച്ച് തൊലി വെളുപ്പുള്ള പറയുന്നില്ല. ബൈ.